കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പേര് പോലെ തന്നെ ഫാൻസി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ അതായിട്ട് കാണുന്ന ഫുൾ കണ്ടിട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കനോടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തന്നെ ആ വീഡിയോ നിങ്ങൾക്ക് വാച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ അതിനാദ്യം കുറച്ച് പച്ചക്കറി വേണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവാള, ക്യാരറ്റ്, തക്കാളി, പാർസ്ലി ലീവ്സാണ് എടുത്തിരിക്കുന്നത്, അതുപോലെ കുറച്ച് ബീൻസ്. അപ്പോൾ ഇതെല്ലാം വളരെ നൈസായിട്ട് കൊത്തി അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. കുറച്ചേ എടുത്തിട്ടുള്ളൂ, വളരെ കുറച്ച് മതി, നമ്മൾ എടുക്കുന്ന അളവിൻ്റെ അനുസരിച്ച് മതി. അപ്പോൾ ഇത് എല്ലാം വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. ഈ വെജിറ്റബിൾ തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിലുള്ള എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വെജിറ്റബിളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വെജിറ്റബിളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പെപ്പറും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് കൊയിലൊക്കെയാണ്. എനിക്കിവിടെ ബാൽക്കണിയിൽ കൊയിലുണ്ട്, അപ്പോൾ അതിൻ്റെ മുട്ട ഉണ്ടായതുകൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കോഴിയുടെ മുട്ട ആയാലും മതി. പിന്നീട് കുക്കി കട്ടർ വെച്ച് കുക്കി കട്ടറിൻ്റെ ഷേപ്പിൽ ബ്രെഡ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രൗൺ ബ്രെഡാണ്, ഏത് ടൈപ്പ് ബ്രെഡ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. കുക്കി കട്ടർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറയുന്നുണ്ട്, അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വേണം കാണാൻ. കുക്കി കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് എടുത്തിട്ട് ബാക്കി വരുന്ന ബ്രെഡ് നമുക്ക് ഒരു മിക്സർ ജാറിലിട്ട് പൊടിച്ചിട്ട് തവയിലിട്ട് ഗ്യാസ് ഓണാക്കി നമ്മൾ ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 ആഴ്ചയോളം ആ ബ്രെഡ് ക്രംസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോഴേ കുക്കി കട്ടർ ഉപയോഗിച്ച് ഇതുപോലെ പല ഷേപ്പിൽ ഞാൻ ബ്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു തവ വെച്ച് ഗ്യാസ് ഓണാക്കി തവ ചൂടായി വരുമ്പോൾ ഒരു ശകലം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുക്കി കട്ടർ വെക്കുന്നുണ്ട്. കുക്കി കട്ടർ വെച്ചിട്ട് അതിനുള്ളിലേക്ക് ഞാൻ രണ്ട് കാടമുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫില്ല് എടുത്തിട്ട് പിന്നീട് ചീസൊക്കെ വെച്ചിട്ട് ബ്രെഡ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബ്രെഡും വെച്ച് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റിക്ക് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് ഇങ്ങനെ സ്റ്റിക്കിൽ ഇരിക്കും. പിള്ളേർക്കൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമായിരിക്കും. കുക്കി കട്ടർ വെച്ചിട്ട് അതിനുള്ളിലേക്കാണ് മുട്ട പൊട്ടിച്ചൊഴിച്ചത്. ഇനിയും അങ്ങനെ വേണ്ട എന്നെങ്കിൽ നമ്മൾ വെജിറ്റബിളെല്ലാം മിക്സ് ചെയ്ത് വെക്കുമല്ലോ, അതിലേക്ക് വേണമെങ്കിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മുടെ കുക്കി കട്ടറിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുത്ത് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. എൻ്റെ തവയ്ക്ക് നടുക്കൊരു കുഴിയുണ്ട്, അതുകൊണ്ട് എനിക്ക് ഒരെണ്ണം ഒരു പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മുട്ട ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എല്ലാം കൂടെ പല ഷേപ്പ് വെച്ചിട്ട് മുട്ട ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എല്ലാം കൂടെ നടുക്കോട്ട് വരും, ആ കുക്കി കട്ടറിനുള്ളിൽ നിൽക്കത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് ഒരു എണ്ണമേ ഒരു പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പരന്നിരിക്കുന്ന തവയായിരുന്നെങ്കിൽ എനിക്ക് ഒരു ടൈമിൽ തന്നെ പല ഷേപ്പ് വെച്ചിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ എല്ലാ ഷേപ്പും വെച്ച് ഞാൻ ഇതുപോലെ സെയിം രീതിയിൽ എടുക്കുന്നുണ്ട്. നമുക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ സോസ് ചെറിയ രീതിയിൽ നമ്മൾ ആ വെജിറ്റബിൾ ഇടുന്ന സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ സ്റ്റിക്കൊക്കെ വെച്ച് ഇതുപോലെ സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എന്നും ഒരേ രീതിയിൽ സാൻഡ്വിച്ചൊക്കെ കാണുമ്പോൾ നമ്മൾ ബോറടിച്ചിരിക്കുമ്പോൾ ഇതേ രീതിയിലൊക്കെ കാണുമ്പോൾ മടിയൊക്കെ പിടിച്ചിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അറിയാതെ കഴിച്ചു പോകും കേട്ടോ. തന്നെയുമല്ല എന്നും നമ്മൾ സെയിം രീതിയിലുള്ള സാൻഡ്വിച്ച് കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ സാൻഡ്വിച്ച് ആണെങ്കിലും ഒരു മടിയൊക്കെ കാണും. അപ്പോൾ ഇതൊരു ശകലം ഡിഫറെൻ്റ് ആയിട്ടിരിക്കുമ്പോൾ അവർക്കൊരു കഴിക്കാനൊരു ആകാംക്ഷയൊക്കെ ഉണ്ടാവും. പിന്നീട് നമ്മൾ റൗണ്ടിൽ വെട്ടിയെടുത്ത ആ സവാളയിലേക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ടൂത്ത് പിക്ക് ഇട്ട് കൊടുക്കണം. പിന്നീടുള്ള സ്റ്റെപ്പുകളൊക്കെ നമ്മൾ കുക്കി കട്ടർ വെച്ച് ചെയ്യുന്ന അതേ രീതി തന്നെയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കരുതേ. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ കുട്ടീസ് ഫാൻസി ആയിട്ടുള്ള എഗ് ലോലിപോപ്പ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരണം വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.